പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില കറണ്ട് അഫേഴ്സ് ആണ് ഇന്ത്യ ശ്രീലങ്ക എക്സസൈസ്. എക്സസൈസിന്റെ പേരാണ് സ്ലിനക്സ് 2024. സെയ്ദ് മുസ്താഖ് അലി ട്രോഫി നേടിയിട്ടുള്ള ടീം ഏതാണ്? ജൽവാഹക് എന്ന് പറയുന്ന ഒരു പുതിയ സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരംഭിച്ചു. എന്തുമായി ബന്ധപ്പെട്ട ഒരു സ്കീം ആണ് ജൽവാഹക്? ഡിഫൻസ് ബന്ധപ്പെട്ട ഒരു എക്സസൈസ് ആണ് ഡെസേർട്ട് നൈറ്റ്. ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ് ഡെസേർട്ട് നൈറ്റ്? അതുപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് ഗാദിമൈ മഹോത്സവ്. ഈ മഹോത്സവത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത്. ഇന്ന് ഡിസംബർ 17. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് നേവൽ എക്സസൈസ് സ്ലിനക്സ് 2024. ഉഭയകക്ഷി നാവികാഭ്യാസം സ്ലിനക്സ് 2024 ആരംഭിച്ചു. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സ്ലിനക്സ് 2024 ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള ഉഭയകക്ഷി നാവിക അഭ്യാസമാണ് 2024 ഡിസംബർ 17 ആരംഭിച്ചത്? ശ്രീലങ്ക. ശ്രീലങ്കയായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് സ്ലിനക്സ് എന്ന് പറയുന്ന എക്സസൈസ്. ഇതൊരു നേവൽ എക്സസൈസ് ആണ്. ഡിസംബർ 17 ആരംഭിച്ചിട്ടുള്ള ഈ ഒരു എക്സസൈസ് ഇത് ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്. ഒരു ഉഭയകക്ഷി നാവിക അഭ്യാസം സ്ലിനക്സ് 2024 2024 ഡിസംബർ 17 മുതൽ 20 ഡിസംബർ വരെ ഏത് സ്ഥലത്ത് നടത്തും? വിശാഖപട്ടണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള ഒരു എക്സസൈസ് ആയിട്ടുള്ള സ്ലിനക്സ് 2024 ഈ ഒരു എക്സസൈസ് നടക്കുന്നത് വിശാഖപട്ടണത്താണ്. സ്ലിനക്സ് 2023 2023 ഏത് സ്ഥലത്താണ് നടത്തിയത്? കൊളംബോ. എല്ലാ വർഷവും നടക്കുന്ന ഒരു എക്സസൈസ് ആണ് സ്ലിനക്സ്. ഇത് കഴിഞ്ഞ വർഷം ആണെങ്കിൽ ശ്രീലങ്കയിൽ വെച്ചായിരുന്നു, അതായത് കൊളംബോയിൽ വെച്ചായിരുന്നു. എന്നാൽ ഈ വർഷം നടക്കുന്നത് വിശാഖപട്ടണത്താണ്. ഏത് നേവൽ കമാൻഡിന്റെ കീഴിലാണ് സ്ലിനക്സ് 2024 ഇന്ത്യയിൽ നടക്കുന്നത്? കിഴക്കൻ നേവൽ കമാൻഡ്. ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ അണ്ടറിലെ വിശാഖപട്ടണത്ത് വെച്ചാണ് ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള സ്ലിനക്സ് എന്ന് പറയുന്ന എക്സസൈസ് ഡിസംബർ 17 ആരംഭിച്ചിട്ടുള്ളത്. ഡിസംബർ 17 മുതൽ 20 വരെ നടക്കുന്ന ഒരു എക്സസൈസ് ആണിത്. ഇതിൽ 2 ഫേസ് ആണ്, അതായത് ഹാർബർ ഫേസ് തുറമുഖത്ത് വെച്ചും മറ്റൊന്ന് സീ ഫേസ്. ഡിസംബർ 17-18 ആണെങ്കിൽ തുറമുഖത്ത് വെച്ച് ഹാർബർ ഫേസ്, മറ്റൊന്ന് സീ ഫേസ് ആണെങ്കിൽ ഡിസംബർ 19-20 ആണ്. ഈസ്റ്റേൺ നേവൽ കമാൻഡ് അണ്ടറിൽ വരുന്ന ഒരു എക്സസൈസ് ആണ് സ്ലിനക്സ്. ഇന്ത്യൻ നേവിയുടെ ഒരു ഓപ്പറേഷൻ കമാൻഡ് ആണ് ഈസ്റ്റേൺ നേവൽ കമാൻഡ്. അതുകൂടാതെ തന്നെയുള്ള മറ്റൊരു ഓപ്പറേഷൻ കമാൻഡ് ആണ് വെസ്റ്റേൺ നേവൽ കമാൻഡ്. ഇത് മുംബൈയിലാണ്. ട്രെയിനിങ് കമാൻഡ് ആണെങ്കിൽ സദേൺ നേവൽ കമാൻഡ്, അത് കൊച്ചിയിലാണ്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് മുംബൈ ക്ലിഞ്ചസ് സെയ്ദ് മുസ്താഖ് അലി ട്രോഫി 2024. 2024 സെയ്ദ് മുസ്താഖ് അലി ട്രോഫി മുംബൈ സ്വന്തമാക്കി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണിത്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് ക്രിക്കറ്റ് ടീമിനെതിരെയാണ് മുംബൈ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി 2024 നേടിയത്? മധ്യപ്രദേശ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് കഴിഞ്ഞ ഒരു മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ച് ആയിരുന്നു സെയ്ദ് മുസ്താഖ് അലി ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരം. ഇതിൽ മധ്യപ്രദേശിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുംബൈ ഈ മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പൊ സെയ്ദ് മുസ്താഖ് അലി അദ്ദേഹം ആരാണ്? ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടുള്ള വ്യക്തിയാണ് സെയ്ദ് മുസ്താഖ് അലി. അത് 1936 ഒരു ഇന്റർനാഷണൽ മാച്ച് ഇംഗ്ലണ്ടിനെതിരെയായിട്ടുള്ള ഒരു മത്സരത്തിലാണ് സെയ്ദ് മുസ്താഖ് അലി ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു സെഞ്ചുറി നേടിയിട്ടുള്ളത്. അത് സെയ്ദ് മുസ്താഖ് അലി, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച ചരിത്രമുള്ള ടീം ഏത്? തമിഴ്നാട്. അപ്പൊ തമിഴ്നാട് ആണ് 3 പ്രാവശ്യമാണ് സെയ്ദ് മുസ്താഖ് അലി ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വിജയിച്ച ടീം എന്ന് പറയുമ്പോൾ അത് തമിഴ്നാടാണ്. സെയ്ദ് മുസ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റ് ആരംഭിച്ച വർഷം 2006-07. 2006-07 ആരംഭിച്ചിട്ടുള്ള സെയ്ദ് മുസ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റ് അത് വിജയിച്ചിട്ടുള്ളതും തമിഴ്നാടാണ്. സെയ്ദ് മുസ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റ് ഏത് ഫോർമാറ്റ് ആണ്? T20. അപ്പൊ T20 ഫോർമാറ്റിൽ ആരംഭിച്ചിട്ടുള്ള 2006-07 വർഷത്തിൽ ആരംഭിച്ച് തമിഴ്നാട് വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഈ മത്സരം ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ളത് തമിഴ്നാടാണ്. മധ്യപ്രദേശിന് എതിരെയാണ് മുംബൈ ടീം സെയ്ദ് മുസ്താഖ് അലി ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഗവൺമെന്റ് ലോഞ്ചസ് ജൽവാഹക് സ്കീം ടു ബൂസ്റ്റ് കാർഗോ മൂവ്മെന്റ്. ചരക്ക് നീക്കം വർദ്ധിപ്പിക്കാൻ ജൽവാഹക് പദ്ധതിയുമായി സർക്കാർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത്
കാർഗോ മൂവ്മെന്റ് ഒന്നുകൂടി ബെറ്റർ ലെവലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി യൂണിയൻ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള ഒരു സ്കീം ആണ് ജൽവാഹക്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. NW1, NW2, NW16 എന്നിവയിൽ ചരക്ക് നീക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഉൾനാടൻ ജലപാതകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നയം ഏത് പേരിലാണ് സർക്കാർ ആരംഭിച്ചത്? ജൽവാഹക്. ഇപ്പൊ NW1 എന്നാൽ എന്താണ്? NW എന്ന് പറഞ്ഞാൽ നാഷണൽ വാട്ടർവേസ്. ഇപ്പൊ നാഷണൽ വാട്ടർവേസ് 1 എന്ന് പറഞ്ഞാൽ അത് ഗംഗാ നദിയിലുള്ള ഒരു വാട്ടർവേസും, NW2 ഇത് ബ്രഹ്മപുത്രയിലുള്ള ഒന്നും, NW16 ആണെങ്കിൽ ബരക് റിവർ, അതായത് ബരക് റിവർ ഇത് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് ആസാമിൽ അവസാനിക്കുന്ന 121 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു നാഷണൽ വാട്ടർവേസ് ആണ് NW16. 3 വാട്ടർവേസിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉൾനാടൻ ജലപാതകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ ഒരു സ്കീം കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ പേരാണ് ജൽവാഹക്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആരംഭിച്ച ജൽവാഹക് പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? 1. ജലപാതകൾ വഴിയുള്ള ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുക, ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കുന്നതിനും. 2 എയിം ആണുള്ളത്. ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചരക്ക് നീക്കത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക, ഏറ്റവും ലാഭത്തിലും അതുപോലെ തന്നെ ഏറ്റവും വേഗതയിലും. ചരക്കുകൾ റോഡ് വഴി അല്ലെങ്കിൽ റെയിൽ വഴി ആക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പുതിയ സ്കീം ആണ് ജൽവാഹക് ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഇപ്പോൾ 3 വാട്ടർവേസിലാണ് ആരംഭിച്ചിട്ടുള്ളത്. NW1, NW2, NW16. 2024 ഡിസംബർ 15 ജൽവാഹക് പദ്ധതിക്ക് കീഴിൽ മന്ത്രി സർബാനന്ദ സോനോവാൾ ഫ്ളാഗ് ഓഫ് ചെയ്ത 2 ചരക്ക് കപ്പലുകളുടെ പേര് MV ഹോമി ബാബ, MV തൃശൂൽ. 2 കാർഗോ ഷിപ്സ് ആണ് ഇന്ത്യയുടെ MV ഹോമി ബാബ, MV തൃശൂൽ. ഈ 2 കപ്പലുകളാണ് ഡിസംബർ 15 ജൽവാഹക് എന്ന സ്കീം ആരംഭിച്ചിട്ടുള്ളതും. യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള സർബാനന്ദ സോനോവാൾ ആണ് ഈ 2 കപ്പലുകളുടെ ഫ്ളാഗ് ഓഫ് ചെയ്തിട്ടുള്ളത്. 2024 ഡിസംബർ 15 ജൽവാഹക് പദ്ധതിക്ക് കീഴിൽ ഇനങ്ങൾ മാറ്റാൻ ഉപയോഗിച്ച 2 ഡംപ് ബാർജുകളുടെ പേര് അജയ്, മറ്റൊന്ന് ദിഖു. 2 കപ്പലുകൾ ആയിരുന്നു ഹോമി ബാബയും തൃശൂൽ. അതുകൂടാതെ തന്നെ 2 ബാർജുകൾ ഉപയോഗിച്ചു ചരക്കുകൾ നീക്കുന്നതിന് വേണ്ടി, ഒന്ന് അജയ്, മറ്റൊന്ന് ദിഖു. ഇപ്പൊ ജൽവാഹക് എന്ന് പറഞ്ഞാൽ ഉൾനാടൻ ജലപാതകളിലൂടെ തന്നെ ചരക്ക് നീക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കീം ആണ്, കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള സ്കീം ആണ് ജൽവാഹക്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഡെസേർട്ട് നൈറ്റ് എയർ കോംബാറ്റ് എക്സസൈസ്. ഡെസേർട്ട് നൈറ്റ് എയർ കോംബാറ്റ് എക്സസൈസ് ഇത് 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യ UAE ഏത് രാജ്യമാണ് ത്രിരാഷ്ട്ര വ്യോമാഭ്യാസമായ ഡെസേർട്ട് നൈറ്റ് ആരംഭിച്ചത്? ഫ്രാൻസ്. ഇപ്പൊ ഇന്ത്യ, UAE, ഫ്രാൻസ് തമ്മിലുള്ള ഒരു എക്സസൈസ് ആയിരുന്നു, ഒരു 3 രാഷ്ട്രങ്ങളുടെ എക്സസൈസ് ആയിരുന്നു ഡെസേർട്ട് നൈറ്റ്. ഡെസേർട്ട് നൈറ്റ് ഏത് കടലിന് മുകളിലൂടെയാണ് ത്രിരാഷ്ട്ര വ്യോമാഭ്യാസം നടത്തിയത്? അറബിക്കടൽ. ഇപ്പൊ ഈ എക്സസൈസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 3 രാഷ്ട്രങ്ങൾ, ഇന്ത്യ, UAE, ഫ്രാൻസ്. കൂടാതെ ഇതൊരു എയർഫോഴ്സുമായി ബന്ധപ്പെട്ട ഒരു എക്സസൈസ് ആയിരുന്നു. മൂന്നാമത്തേത് ഇത് അറബിക്കടലിൽ നടത്തിയിട്ടുള്ള ഒരു എക്സസൈസ്. ഡെസേർട്ട് നൈറ്റ് അഭ്യാസത്തിനായി ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ച വ്യോമതാവളം ഏത്? ജാംനഗർ. ഗുജറാത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് ജാംനഗർ. ജാംനഗർ എയർബേസിൽ നിന്നാണ് ഡെസേർട്ട് നൈറ്റിന് വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ആ ഒരു പ്രദേശം ജാംനഗർ. ഇത് ഗുജറാത്തിലാണ്. ഡെസേർട്ട് നൈറ്റ് എന്ന ത്രിരാഷ്ട്ര വ്യോമാഭ്യാസത്തിനായി ഉപയോഗിച്ച വിമാനങ്ങൾ ഏതാണ്? സുഖോയ് 30 MKI, റഫേൽ F-16. സുഖോയ് 30 MKI ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ത്യ ആണെങ്കിൽ റഫേൽ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്രാൻസ്. കൂടാതെ UAE ഉപയോഗിച്ച വിമാനമാണ് F-16. സുഖോയ് 30 എന്ന വിമാനം ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത് റഷ്യ ആണെങ്കിൽ റഫേൽ എന്ന വിമാനം അത് ഫ്രാൻസിന്റെ തന്നെ ഒരു വിമാനമാണ്. UAE ഉപയോഗിച്ച F-16 ആണെങ്കിൽ അത് US നൽകിയിട്ടുള്ള വിമാനമാണ്. മറ്റൊരു കറണ്ട് അഫയേഴ്സ് ആണ് വിജയ് ദിവസ് 2024. വിജയ് ദിവസ് 2024 ഇന്നത്തെ പത്രത്തിൽ ഉള്ള ഒരു വാർത്തയാണ്. നമുക്ക് ഇതിന്റെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. എല്ലാ വർഷവും ഏത് തീയതിയിലാണ് വിജയ് ദിവസ് ആഘോഷിക്കുന്നത്? 16 ഡിസംബർ. എല്ലാ വർഷവും നടത്തുന്ന ഒരു ആഘോഷമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. വിജയ് ദിവസ് ഡിസംബർ 16 എല്ലാ വർഷവും വിജയ് ദിവസ് ആഘോഷിക്കുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെതിരായ ഇന്ത്യ വിജയിച്ചതിന്റെയും
ബംഗ്ലാദേശിന്റെ വിമോചനത്തിന്റെയും സ്മരണയ്ക്കായി ഏത് ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത്? വിജയ് ദിവസ്, ഡിസംബർ 16. അപ്പൊ ഡിസംബർ 16 ആരംഭിക്കുന്ന വിജയ് ദിവസ് ഇത് 1971 ഇന്ത്യ പാക് യുദ്ധം, ആ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയിക്കുകയും ഒപ്പം തന്നെ ബംഗ്ലാദേശിന്റെ വിമോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ് വിജയ് ദിവസ്. നേവി ആണെങ്കിൽ ഇത് ഡിസംബർ 4 നേവൽ ഡേ ആയിട്ട്, അതായത് ഓപ്പറേഷൻ ട്രിഡന്റ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് നടത്തിയതും അത് ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു എക്സസൈസ് ആയിരുന്നു 1971. ഇതുമായി ബന്ധപ്പെട്ട് ഡിസംബർ 4 എല്ലാ വർഷവും നേവൽ ഡേയും ആരംഭിക്കുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ഇന്ത്യൻ മിലിറ്ററി ഓഫീസറുടെ പേര് ഫീൽഡ് മാർഷൽ സാം മനേക്ഷാ. ഇപ്പൊ 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ ആർമിയെ അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷന്റെ ഹെഡ് എന്ന് പറയുമ്പോൾ അത് ഫീൽഡ് മാർഷൽ സാം മനേക്ഷയായിരുന്നു. ഇന്നത്തെ കറണ്ട് പോസ്റ്റിലെ അവസാനത്തെ ഒരു ഹെഡിംഗ് ആണ് ഗാദിമായി മഹോത്സവ് കണ്ടിന്യൂസ് ടു ബി ദ വേൾഡ് ബിഗ്ഗസ്റ്റ് ആനിമൽ സ്ലോഫർ ഇവന്റ്. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗങ്ങളെ കൊല്ലുന്ന പരിപാടിയായ ഗാദിമായി മഹോത്സവം തുടരുന്നു. ഇത് ലോകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ ബലി നൽകുന്ന ഒരു മഹോത്സവം എന്ന് പറയുമ്പോൾ അത് ഗാദിമായി മഹോത്സവമാണ്. ഇത് ഏത് സ്ഥലത്താണ് നടത്തുന്നത്? നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന മഹോത്സവം ഏതാണ്? ഗാദിമായി മഹോത്സവം. ഇന്നിപ്പോൾ ഡിസംബർ 2 ആരംഭിക്കുകയും 2 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു മഹോത്സവമാണ് ഗാദിമായി മഹോത്സവം. ഇത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മൃഗങ്ങളെ ബലി നൽകുന്ന ഒരു മഹോത്സവമാണ് ഗാദിമായി മഹോത്സവം. 2009 കണക്കാണെങ്കിൽ ഏതാണ്ട് 5 ലക്ഷം മൃഗങ്ങളെയാണ് അവിടെ കശാപ്പ് ചെയ്തിട്ടുള്ളത്. നേപ്പാളിലെ ഏത് ജില്ലയിലാണ് ഗാദിമായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ബാര ജില്ല. ഇന്ത്യയുടെ ബോർഡറിലും അതുപോലെ തന്നെ നേപ്പാളിലെ ഒരു ജില്ലയായിട്ടുള്ള ബാര ജില്ലയിലാണ് ഗാദിമായി ക്ഷേത്രമുള്ളത്. ഇവിടെയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ ബലി നൽകുന്ന ഒരു ക്ഷേത്രം. ഈ ഒരു ഉത്സവത്തിന്റെ പേരാണ് ഗാദിമായി മഹോത്സവം. അപ്പൊ ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 21 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് നമ്മൾ ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ കറണ്ട് അഫയേഴ്സിലും എവിടെയും നമുക്ക് ശോഭിക്കാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.